ഈ നിർധന കുടുംബത്തെ ഏതെങ്കിലും രൂപത്തിൽ സഹായിക്കാൻ കഴിയുന്നവരുണ്ട് എങ്കിൽ ഈ താഴെ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലോ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഈ അവസരത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്രമമായിരിക്കും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജയപ്രകാശിനോടൊപ്പം ഹരികൃഷ്ണന്റെ വീട്ടിലേക്കുള്ള യാത്രയാണ്. സത്യം പറഞ്ഞാൽ ഹരികൃഷ്ണന്റെ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പം അമ്മയുടെ നിസ്സഹായാവസ്ഥ, ദയനീയത, ഒരു കൈക്ക് അവർക്ക് സ്വാധീനമില്ല. അച്ഛനാണെങ്കിൽ രോഗാതുരനാണ്, ഉറച്ചു നിൽക്കുകയാണ്. ആ അച്ഛന്റെ അമ്മയുടെയും രണ്ട് മക്കളിൽ ഇളയമോൻ വളരെ പുന്നാരിച്ച് വളർത്തിയതാണ്. 18 വയസ്സ് വരെ നെഞ്ചോട് ചേർത്ത് ഓമനിച്ചു കൊണ്ടുപോയ മകൻ. അവൻ നന്നായിട്ട് പഠിക്കും, അവനിക്ക് ഒരുപാട് മാർക്ക് കിട്ടി, ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി. പകല് പഠിക്കാൻ പോവുകയും വൈകുന്നേര സമയങ്ങളിൽ തൊഴിൽ എടുക്കാൻ പോവുകയും അങ്ങനെ 2 ആൺമക്കൾ കൂടിയാണ് ആ കുടുംബം പോറ്റിക്കൊണ്ടിരുന്നത്. ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ ചില തർക്കത്തിൽ അവന്റെ സമപ്രായക്കാരല്ല, അവനേക്കാൾ മുതിർന്ന 50-60 വയസ്സുള്ള മനസ്സിൽ നന്മയുടെ കാരുണ്യത്തിന്റെ ലെവലേശം ഇല്ലാത്ത മനുഷ്യര് വിറങ്ങ് മുട്ടുകൊണ്ട് തലക്കടിച്ചു എന്ന് മാത്രമല്ല, ആ കൊല്ലപ്പെട്ട ഹരികൃഷ്ണന്റെ മൃതദേഹം ഇങ്ങനെ കിടക്കുമ്പോൾ ആ മൃതദേഹത്തിന്റെ തലയിൽ നിന്ന് വരെ രക്തസ്രാവം അവസാനിക്കാതെയാണ് ആ പാവപ്പെട്ട 18 വയസ്സുള്ള പൊന്നുമോനെ അടക്കം ചെയ്തത്. ഞാൻ ഹരികൃഷ്ണന്റെ വീട്ടിലാണ് അച്ഛനോ അമ്മയൊക്കെ സംസാരിച്ചു. സത്യം പറഞ്ഞാൽ വാക്കുകൾ മുറിഞ്ഞു പോവുകയാണ്. 18 വയസ്സ് വരെ ഓമനിച്ച് വളർത്തിയ ഒരു മകൻ നിഷ്ഠൂരമായി കാബാലികൾ കൊലപ്പെടുത്തിയിട്ടു. നമ്മുടെ നാട്ടിലെ അധികാരികൾ, നമ്മുടെ നാട്ടിൽ പണമുള്ളവൻ, സ്വാധീനമുള്ളവൻ, രാഷ്ട്രീയ പിടിപാടുള്ളവനിക്ക് വേണ്ടിയേ അവർക്കേ ഇവിടെ അധികാരമുള്ളൂ. നമ്മുടെ നാട്ടിൽ പണമുള്ളവൻ, സ്വാധീനമുള്ളവൻ, രാഷ്ട്രീയ പിടിപാടുള്ളവർക്ക് അവരുടെ വാർത്തകൾക്ക് വാല്യുള്ളൂ. അല്ലാതെ എത്ര ദിവസം ചർച്ചയുണ്ടായി? ഒരു ദിവസത്തെ ആയുസ് ഉണ്ടായോ? പോട്ടെ, 24 മണിക്കൂർ വേണ്ട, ഒരു 10 മണിക്കൂർ ആ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഉണ്ടായോ? അവനവന്റെ സ്വന്തം മതത്തിനു വേണ്ടി, അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉണരാനും ഉണർത്താനും ഒക്കെ നടക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ തോന്നില്ല? കാരണം അമ്മക്ക് ഒരു കൈക്ക് സ്വാധീനം അമ്മക്കില്ല. അച്ഛനാണെങ്കിൽ ഒരു അസുഖം വന്നിട്ട് ഇങ്ങനെ വിറച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. മകനാണെങ്കിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ ഒരു ജോലിയായിട്ടില്ല. അങ്ങനെ വളരെ ദരിദ്ര കുടുംബത്തിൽ പകൽ സമയത്ത് പഠിക്കാനും പോയി വൈകുന്നേര സമയങ്ങളിലൊക്കെ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലി ചെയ്ത് ജീവിതം സമ്പാദിച്ചു കൊണ്ടിരുന്ന കുട്ടീനെയാണ് നിഷ്ഠൂരമായി അതിൽ കൊലപ്പെടുത്തിയത്. കൂടുതലൊരു കാര്യം പറയാണ്, ഈ നിർധന കുടുംബത്തെ ഏതെങ്കിലും രൂപത്തിൽ സഹായിക്കാൻ കഴിയുന്നവരുണ്ട് എങ്കിൽ ഈ താഴെ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലോ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഈ അവസരത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്രമമായിരിക്കും. നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.